പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവില് വിളയിച്ചത്. അപ്പൊ അവില് വിളയിച്ചതിന് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ എടുത്തേക്കുന്നത് അര കിലോ അവിലിന് 3 തേങ്ങ ഒരിച്ചിരി ഉണങ്ങിയതാണ് നല്ലത്. പിന്നെ അതിന് ആവശ്യത്തിന് ശർക്കര. ഇപ്പൊ അര കിലോ തന്നെ എടുക്കുന്നവരുണ്ട്. അതിൽ കുറയ്ക്കുകയും ചെയ്യും, കൂട്ടുകയും ചെയ്യും, കാരണം മധുരത്തിനനുസരിച്ച്. പിന്നെ വേണ്ടത് നമുക്ക് ഇതിനകത്ത് വറുത്തിടാൻ വേണ്ടി പൊരിക്കടല, അണ്ടിപ്പരിപ്പ്, എള്ള്. പിന്നെ വേണ്ടത് നെയ്യും പിന്നെ ഏലക്കാപ്പൊടിയും വേണം. ഇത് നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ആദ്യം നമുക്ക് അവിലൊന്ന് ചെറിയതായിട്ടൊന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് അവില് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, ഒരുപാട് വറക്കൊന്നും വേണ്ട. ഇതുപോലെ അടി നല്ല കട്ടിയുള്ള ഒരു പാത്രത്തില് നമുക്ക് അവിലൊന്ന് ഇതുപോലെ അവിലൊരു 5 മിനിറ്റ് പോലും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. പെട്ടെന്ന് ചൂടായി കിട്ടും. കാരണം ഈ ഉരുളിയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചൂടായി കിട്ടും. അപ്പൊ അവില് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവില് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇതുണ്ടാക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതായത് ഈ ശർക്കരക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. ഇപ്പൊ നമ്മുടെ ശർക്കര നല്ല പാനിയായിട്ടുണ്ട്. നൂൽ പരുവൊന്നും ആവില്ല. ഇത് നമുക്കിനി അരിച്ചെടുക്കണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിതില് ആദ്യം നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ വെള്ളമയം, ഈ തേങ്ങയുടെ വെള്ളമയം ഒന്ന് മാറിയാൽ മതി. നന്നായിട്ട് ഇപ്പൊ നമ്മുടെ തേങ്ങ നന്നായിട്ട് ചൂടായി, വെള്ളമൊക്കെ നന്നായിട്ട് മാറി ചുമക്കാൻ തുടങ്ങി. ഈ ഒരു പരുവം മതി നമുക്ക്. കുറച്ച് വെച്ചിട്ട് ഈ ഇതിലോട്ട് വേണം ഈ തേങ്ങ എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് ശർക്കര പാനി വെച്ചു കൊടുക്കുക. നമുക്കൊന്ന് അരിച്ചു വെച്ചു. മറയൂർ ശർക്കര, അതാണ് ഇത് നല്ല നിറം, നല്ല കറുത്ത കളറാണ് മറയൂർ ശർക്കരയ്ക്ക്. നമുക്ക് തേങ്ങ ഇതിനകത്തോട്ട് യോജിപ്പിക്കും. ഇനി ഇതിലോട്ട് വേണം നമ്മുടെ അവില് ഇട്ട് കൊടുക്കണം. തീ കുറച്ച് വെച്ചിരിക്കണം. അവില് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആവും. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കണം ഇതെല്ലാം കൂടെ. നമ്മുടെ അവില് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. തേങ്ങയും നമുക്ക് നെയ്യ് ഒഴിച്ചതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ജസ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. ഈ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പൊട്ടുകടലയും എള്ളും ചേർത്ത് നമുക്ക് ഇത് നെയ്യോടുകൂടി തന്നെ നമുക്കിത് അവലിലോട്ട് ചേർക്കാം. അതുകൊണ്ട് നമ്മുടെ പൊട്ടുകടല, അണ്ടിപ്പരിപ്പ്, എള്ള് എല്ലാം നന്നായിട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ അവല് വിളയിച്ചതിന്റെ പരിപാടി. ഇനി ഇത് നമുക്ക് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും.
പിന്നെ ഒരു 2-3 ദിവസമൊക്കെ ഇത് പുറത്ത് നല്ല ചീത്തയാകാതിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. പിന്നെ ചീത്തയാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നെ തേങ്ങ നന്നായിട്ട് മൂക്ക വറുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് അതിന്റെ ആവശ്യമില്ല. വെച്ച് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ അവില് നനച്ചത് റെഡി.